ഷാരിക ഈ പോസ്റ്റ്മോർട്ടം നടപടികളുടെ പ്രാഥമിക ഘട്ടം ആരംഭിച്ചു എന്നാണ് നേരത്തെ ഷാരിക പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഒപ്പം തന്നെ ഇത് എത്ര മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? അനൂപ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തമിഴ്നാട് പൊള്ളാച്ചിയിലെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു. അവർ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ വിവരങ്ങൾ നൽകി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 5 ടേബിളുകളിലായാണ് 5 ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 5 ടേബിളുകളിലായി 5 മൃതദേഹങ്ങൾ ഒരുമിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷം ബാക്കിയുള്ള 5 പേരുടെ കൂടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ ഒരുമിച്ചായിരിക്കും ഇവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ സ്വന്തം നാടായ പാങ്ങിലേക്ക് കൊണ്ടുപോകുക. അതിനായി തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസുകളും ഇവിടെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അതിനായി അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഡ്രൈവർമാർ ഉൾപ്പെടെ ആംബുലൻസിൽ ഇപ്പോൾ തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിൽ മൃതദേഹങ്ങൾ വന്ന ഉടനെ ആംബുലൻസിൽ കയറ്റി പെരിന്തൽമണ്ണയിലെ പാങ്ങിലേക്ക് കൊണ്ടുപോകും, സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. വലിയൊരു ആഹ്ലാദത്തിൽ, വലിയൊരു സന്തോഷത്തിൽ, മാനസികോല്ലാസത്തിനായി വാൾപ്പാറയിൽ എത്തിച്ചേർന്ന 13 അംഗ സംഘത്തിലെ 10 പേർ ജീവനില്ലാതെയാണ് ഈ പൊള്ളാച്ചിയിൽ നിന്നും മടങ്ങുന്നത്. അതിൽ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സയിൽ കഴിയുന്ന, ഇവിടെ കഴിഞ്ഞിരുന്ന പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 11 വയസ്സുള്ള മസ്നീൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, മൗലാന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി. അത്തരത്തിൽ കുട്ടിക്ക് സർജറി, മുഖത്ത് സർജറി ഉൾപ്പെടെ ആവശ്യമായി ഉണ്ട്. അതിനായി മൗലാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി 2 പേരാണ് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ വിദഗ്ധ ചികിത്സകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.